ഹലോ, എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സെയിൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ട്യൂബർ എടുക്കുന്ന വീഡിയോ ആണ്. അതായത് ഞാൻ ട്യൂബർ എടുക്കുന്ന രീതി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമൊക്കെ ആണെങ്കിൽ ട്യൂബർ എടുക്കുമ്പം കമിഴ്ത്തിക്കൊണ്ടാണ് ഇരുന്നത്, ടബ് കമിഴ്ത്തും. അപ്പം നമുക്ക് അറിയാതെ കമിഴ്ത്തി കഴിഞ്ഞാൽ അത് ട്യൂബർ ആവാതെ റണ്ണർ സ്റ്റേജിലോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത് വീണ്ടും നട്ട് വയ്ക്കണം, അതേപടി വെച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ഏതാണോ എനിക്ക് എളുപ്പം എന്നുള്ളത് പരീക്ഷിച്ച് അവസാനം എനിക്ക് ഈസി ആയിട്ട്, ഇപ്പോഴും എനിക്ക് ഈസി ആയിട്ട് തോന്നുന്ന കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ അതിലുള്ളപ്പോൾ തന്നെ നമ്മുടെ ഏത് താമരയാണെങ്കിലും നമ്മൾ നട്ടിട്ട് 2 മാസം വരെയോ 3 മാസം വരെയോ ഫ്ലവർ വന്നില്ല എങ്കിൽ അത് ട്യൂബർ ആവാൻ പോവുകയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ട്രോപ്പിക്കൽ വെറൈറ്റി ആണെങ്കിൽ, സെമി ട്രോപ്പിക്കൽ ആണെങ്കിലും അതെ, 1.5 മാസം അതിൻ്റെ അകം മുട്ട വരാറുണ്ട്. 2 മാസത്തിനകം എന്തായാലും മുട്ട വരാറുണ്ട്. ട്രോപ്പിക്കൽ ആണെങ്കിൽ അമേരി കമേലിയ പോലത്തെ വെറൈറ്റീസ് ആകുമ്പോൾ നമുക്ക് 10 to 12 ദിവസം മുതലേ ബഡ് വന്ന് തുടങ്ങും. ചെറിയ ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വന്ന് തുടങ്ങുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവർ നമുക്ക് വന്നേ ഇല്ല എങ്കിൽ നമ്മൾ ഒരു 2 മാസമൊക്കെ ആകുമ്പം ജസ്റ്റ് ടബിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് കൈയിറക്കി നോക്കുക. അത് വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ചില സമയം ഈ ട്യൂബറൊക്കെ ആയി വരുന്ന സമയത്താണെങ്കിൽ അത് പൊട്ടിപ്പോവും, ട്യൂബറിൻ്റെ ഗ്രോ ടിപ്പൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ വെള്ളം ഉള്ളപ്പോൾ തന്നെ ആകുമ്പോൾ നമ്മുടെ കൈ നല്ല ഈസി ആയിട്ട് പോവുകയും ചെയ്യും, നമുക്ക് നോക്കാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ കൈയിട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈക്ക് ട്യൂബറായിട്ടുണ്ടെങ്കിൽ അത് തടയും. അതല്ല 3 സ്റ്റേജിലുണ്ടാവും. ഇത് നേരിയ വള്ളി പോലെ ഉണ്ടാവും റണ്ണറ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളത് അങ്ങനെ തന്നെ വയ്ക്കുക. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതേപോലെ തന്നെ വയ്ക്കുക. നമ്മളെന്തായാലും കൈ ഇടുമ്പോൾ ഒന്ന് അനക്കം വരും. ഈ റണ്ണറാണെങ്കിലും ട്യൂബറാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ കൈ ഇടുമ്പോൾ അതൊന്ന് നമ്മൾ ടച്ച് ചെയ്ത ഫീൽ അതിനുണ്ടാവും. അപ്പോൾ റണ്ണർ സ്റ്റേജിലുള്ള പ്ലാന്റ്സ് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് ബഡൊക്കെ വരാറുണ്ട് കേട്ടോ. അത് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, ഏതെങ്കിലും വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാവും. അതല്ല, 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ വിരലിൻ്റെ അത്രയും തടിച്ച റണ്ണറായിരിക്കും. നമുക്കിങ്ങനെ ട്യൂബർ പോലെ ഉരുണ്ട് കിട്ടൂല, നമുക്ക് നീളത്തിൽ നല്ല വള്ളി പോലെ, പക്ഷെ നല്ല തടിച്ച വള്ളി പോലെ കിട്ടും. അത് ട്യൂബർ ആവാൻ പോകുന്ന സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റാൻ നിൽക്കരുത്. ഏറ്റവും അടിയിലാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ട്യൂബറായി വരുന്നത് ഏറ്റവും അടിയിൽ, അതായത് നമ്മൾ നട്ട് വയ്ക്കുമ്പം വളം ഇടുന്ന ഭാഗമില്ലേ, അത്രയും അടിയിലാണ് നമുക്ക് ട്യൂബർ ഫോം ആയി വരുന്നത്. അപ്പോൾ അത്രയും വരെയും നമ്മൾ കൈയിറക്കി നോക്കണം കേട്ടോ. നോക്കുമ്പോൾ അപ്പോൾ റണ്ണർ സ്റ്റേജിൽ തന്നെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് വട്ടത്തിലൊന്ന് കൈ കറക്കി അങ്ങനെ തന്നെ വയ്ക്കുക. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിൽ എന്തായാലും ഫ്ലവർ വരും, കൺഫേമാണ്. അതല്ല നമ്മുടെ വിരലിൻ്റെ അത്രയും, ഞാൻ പറഞ്ഞ പോലെ വള്ളി പോലെ വിരലിൻ്റെ അത്രയും തടിച്ചിട്ടാണുള്ളതെങ്കിൽ അതങ്ങനെ തന്നെ വയ്ക്കുക. അതിനെ തിരിക്കാനോ അനക്കാനോ ഒന്നും നിൽക്കേണ്ട. അങ്ങനെ ടച്ച് ഫീൽ ആകുമ്പോഴേക്കും ട്യൂബർ ആയിട്ടില്ല എങ്കിൽ കുറച്ച് ദിവസം കൂടി വെച്ചിട്ട് നമുക്ക് പിന്നെ ട്യൂബർ ആവുന്ന ഒരു സമയം, ആ സമയത്ത് നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ട്യൂബർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൂവൊക്കെ നിന്നിട്ട് ചില സമയം ക്ലൈമറ്റ് കാരണം നമുക്ക് വെയിലൊക്കെ കുറയുമ്പോഴും ഇതേ അവസ്ഥ വരും കേട്ടോ. അപ്പോൾ അത് ട്യൂബറായി എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഞാൻ ഈ കൈയിട്ട് ഒരു ടെസ്റ്റിങ് നടത്താനുള്ള ഒരു കാര്യം പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വെറുതെ നമ്മൾ കമിഴ്ത്തിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ട്യൂബർ ആയില്ലെങ്കിൽ പിന്നെ വിഷമമായിരിക്കും, അയ്യോ ഇത് വെറുതെ കമിഴ്ത്തി എന്നുള്ളതായിരിക്കും. പിന്നെ അതിനെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, എടുത്തു കഴിഞ്ഞു. എന്തായാലും റണ്ണറാണെങ്കിൽ നമ്മൾ നട്ട് വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ട്യൂബറാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വേണ്ടവർക്ക് അയച്ചു കൊടുക്കാം. റണ്ണറാകുമ്പം അങ്ങനെ അയച്ചു കൊടുക്കാനും പറ്റാത്ത അത്രയും നേരിയ റണ്ണറൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തിട്ട് വെറുതെ ആയില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ളം ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ കൈയിട്ട് നോക്കി ട്യൂബർ എടുക്കുന്നത്. എനിക്ക് എളുപ്പമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ ഇത് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഈ ട്യൂബർ എടുക്കുന്ന വീഡിയോ ഇട്ടത്. ഇന്നിപ്പോൾ കുറച്ച് വീഡിയോ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ടബിലും ഇത് തന്നെയാണ് പരീക്ഷിക്കുന്നത്. ട്യൂബർ ആയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് സമയാസമയത്ത് അത് നട്ടു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇളക്കി കമിഴ്ത്തി എടുത്തു കഴിഞ്ഞാൽ അത് ടാഗ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഐഡിയ ഒക്കെ മാറിപ്പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്തിട്ട് ഇതിൽ തന്നെ എടുത്ത് വയ്ക്കും. ഇതേ ബോട്ടിൽ തന്നെ നമ്മൾ വെള്ളത്തിൽ അങ്ങനെ തന്നെ ഇട്ട് വയ്ക്കും. എടുത്തതിന് ഇത് വളയം പോലെ ഇങ്ങനെ ഊരിയെടുക്കും. എന്നിട്ട് അത് അങ്ങനെ അതേപടി ഞാൻ വയ്ക്കും. എന്നിട്ട് സെയിലാകുമ്പോഴാണ് ഞാനത് മുറിച്ച് അവിടുന്ന് കഴുകി അത് വൃത്തിയാക്കി അയച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് ആ ടബിൽ എൻ്റെ ഐഡിയ ഉണ്ടാവും. അപ്പോൾ എനിക്കായിട്ട് നട്ട് വയ്ക്കുന്നത് വരെയും ആ ട്യൂബർ അതിൽ തന്നെ ഉണ്ടാവും, മാറിപ്പോവില്ല, ഐഡിയ മാറിപ്പോവില്ല. എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാനിതൊക്കെ നട്ട് വയ്ക്കുക. പിന്നെ ഫ്രഷ് ട്യൂബർ നമ്മളിപ്പോൾ എടുത്തിട്ട് 1 മാസം വരെ വെള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും വരില്ല. വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അത്രയും സമയമൊന്നും നമുക്ക് ഈ 3-4 ട്യൂബറൊക്കെ കിട്ടുമ്പോൾ അത്രയും സമയം നമ്മുടെ കയ്യിൽ ബാക്കിയാവാറില്ല. എനിക്ക് നടാനുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പോട്ട് അതിലുള്ള പഴയ മണ്ണൊക്കെ മാറ്റി പുതിയ മണ്ണ്, ഞാൻ പഴയ മണ്ണ് യൂസ് ചെയ്യും കേട്ടോ, അത് ഞാൻ പറയാവേ. അപ്പോൾ അതേ പോട്ടിൽ തന്നെ നട്ട് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുക. ഞാൻ നടുന്ന രീതി എന്ന് പറയുമ്പം ചാണകപ്പൊടി എല്ലുപൊടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ പോട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ 100 രൂപയുടെ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ബ്ലാക്ക് പോട്ട്, അതിലാണ് ഞാൻ നടുന്നത്. അപ്പോൾ നടുമ്പോൾ ഈ വളം കൊടുക്കും. എന്നിട്ട് ഈ വളത്തിൻ്റെ നേരെ മേലെയായിട്ട് ഞാൻ പഴയ മണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ, അതായത് നമ്മൾ ട്യൂബർ വെക്കുന്ന ആ ഒരു ഭാഗത്ത് ഏറ്റവും മേലെ 1/2 ടബ് വരെ ഞാൻ പഴയ മണ്ണാണ് നിറയ്ക്കുന്നതെങ്കിൽ ബാക്കിയുള്ള 1/4 ടബ് ഞാൻ പുതിയ മണ്ണിടും. എനിക്കിവിടെ മണ്ണ് വിലയ്ക്ക് വാങ്ങിക്കണം. അപ്പോൾ അരിച്ചൊക്കെ എടുക്കണം, നമ്മൾ അരിച്ച മണ്ണ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആളെ വെച്ചിട്ട് അരിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ്. നല്ല കല്ലുള്ള മണ്ണാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മണ്ണ് നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വില കൊടുത്തിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ നല്ല മണ്ണ് നമ്മൾ ട്യൂബർ വെക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് 3 ഇഞ്ച് കനത്തിൽ ഞാൻ ആ മണ്ണിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്യൂബർ വയ്ക്കുക. സാധാ ഗാർഡൻ സോയിലാണ് ഉപയോഗിക്കുന്നത്. എനിക്കിവിടെ വയലിലെ ചെളിയൊന്നും കിട്ടാനില്ല. അപ്പം നമ്മുടെ മുറ്റത്തൊരു താമര വളർത്താൻ നമുക്കങ്ങനെ വയലിലെ ചെളിയും തപ്പിപ്പോണം, അല്ലെങ്കിൽ വലിയ വലിയ വളങ്ങൾ, ഒരുപാട് പൈസയ്ക്ക് കൊടുത്ത് വളങ്ങൾ വാങ്ങിക്കണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് ഓർഗാനിക്കായിട്ട് ചെയ്യുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, ഈ 2 ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് പച്ച ചാണകം ഇടാമെന്നുള്ള കുറേ ആൾക്കാർക്ക് അങ്ങനൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പച്ച ചാണകം ഇടുന്നത് നല്ലതല്ല. നമ്മൾ ഇപ്പോൾ വീട്ടിൽ പശു ഉണ്ടെങ്കിലും ആ ചാണകം നമ്മൾ ഉണക്കി നല്ലതുപോലെ, അത് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ പവർ പോയി എന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ എനിക്കിവിടെ വളക്കടയിൽ പാക്കറ്റായിട്ട് തന്നെ കിട്ടും, ചെറിയ റേറ്റിന് തന്നെ പാക്കറ്റായിട്ട് തന്നെ കിട്ടും. ഞാൻ അതാണ് വാങ്ങിക്കുന്നത്. വീട്ടിൽ പശുവൊന്നുമില്ല. അപ്പോൾ പശു ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചാണകം നമ്മൾ നല്ല തണലത്തിട്ട് ഉണക്കി പൊടിച്ചെടുക്കുക. അത് കട്ടയായിട്ട് നിർത്താതെ നമ്മൾ നട്ട് കൊടുക്കുമ്പം നല്ല പോലെ ചാണകം പൊടിച്ചിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഒരുപാട് സമയമാവും. കട്ടയായിട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ അത് ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടി തുടങ്ങുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് കല്ലും കട്ടയൊക്കെ നല്ല പോലെ പൊടിച്ചെടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് നമുക്ക് നമ്മുടെ മുറ്റത്ത് ചെറിയ രീതിയിൽ താമര വളർത്തുകയും ചെയ്യാം, പൂക്കൾ കണ്ട് സന്തോഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്രദമാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ താമരകളോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.